ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെയും ചിന്തിക്കാത്തതായിട്ട് ആരുമില്ലല്ലേ? കാര്യം കുറച്ച് ദിവസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് മൊത്തം വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അച്ഛനും അമ്മയും അതിക്രൂരമായി കൊല്ല, കൂട്ടുകാരനെ കൊല്ല, ഡ്രഗ്സിൻ്റെ പേരിൽ അച്ഛനും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ റേപ്പ് ചെയ്യുക, തല വെട്ടി മാറ്റുക, റാഗിങ്ങിൻ്റെ പേരിൽ ടോർച്ചർ ചെയ്യുക, അങ്ങനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി കുറേ ആൾക്കാർ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ റൂട്ട് കോസ് എന്തൊക്കെയാണ്, എന്തൊക്കെ മെഷേഴ്സാണ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുക, പേരൻസിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുക, സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുക, ഇൻഡിവിജ്വലി എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുക എന്നുള്ളത് എൻ്റെ വീഡിയോയിലൂടെ കാണാം. ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഒരു കുട്ടി ഒരു ബിലോ 5 ഇയേഴ്സ് ഏജ് ഉള്ള ഒരു കുട്ടിയാണ്. ഒരു ദിവസം ആ കുട്ടിയാണെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടിയാണ്, ഒരു സിംഗിൾ ചൈൽഡാണ്. ഒരു ദിവസം ആ കുട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ തീപ്പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കാറ് കത്തിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ പേരൻസ് നോക്കി ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ബിഹേവിയർ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവർ തെറാപ്പിക്ക് കൊണ്ടുവന്നു. അപ്പം ഇവർ പറഞ്ഞു ഈ കുട്ടി വേറെ ആരോടും ഇൻട്രാക്ഷൻ ഒന്നുമില്ല, ഒറ്റയ്ക്ക് ഇരുന്നാൽ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ഒരു ബിഹേവിയർ, കാറ് കത്തിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ബിഹേവിയർ എവിടെ നിന്ന് കിട്ടിയെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഈ കുട്ടി ഭയങ്കരമായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യും. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഗെയിം ഒന്നുമല്ല, യൂട്യൂബ് വീഡിയോയിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ കുട്ടി കാണുന്ന കാർട്ടൂൺസൊക്കെ ഒന്ന് നോക്കിയപ്പം ആ കാർട്ടൂണിൽ കാണുന്നത് 2 ബസ് തമ്മിൽ കൂട്ടിയിടിക്കുക, അതിനകത്ത് നിന്ന് തീ വരിക, ഇതേപോലെ കാറ് കത്തിക്കുക. അപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ അല്ലെങ്കിൽ പേരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ കാണിക്കുന്ന ഒരു വയലൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ ആ കുട്ടിക്ക് അതൊരു വയലൻസ് ആണ്. അപ്പം ഇത് തന്നെയാണ് റൂട്ട് കോസ്, അധികമായിട്ടുള്ള മൊബൈൽ ഫോൺ യൂസേജ്. ഇപ്പോഴത്തെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ഫോണിനകത്ത് ഫുള്ളുള്ളത് വയലൻ്റ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസാണ്. ഈ വയലൻ്റ് വീഡിയോ ഗെയിംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗൺ ഷൂട്ട് ചെയ്യുക, ഹാം ചെയ്യുക മറ്റുള്ളവരെ, അങ്ങനത്തെ അതുപോലെ ഭയങ്കരമായിട്ട് അവരുടെ മെൻ്റലി ഇൻവോൾവ് ചെയ്യുന്ന അത്രയും ഒരു വയലൻ്റ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസാണ് ഇപ്പോൾ കളിക്കുന്നത് മൊത്തം. പണ്ടത്തെ പോലത്തെ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ് ഒന്നും ഇപ്പോൾ ആരും കളിക്കുന്നില്ല. അതേപോലെ പൈസ കൊടുത്ത് ഗെയിം കളിച്ചാൽ പൈസ കിട്ടുക, അങ്ങനത്തെ ഭയങ്കരമായിട്ട് ഇവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം പണ്ടത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഭയങ്കര കുറവാണ്. പുറത്ത് പോയി കളിക്കുക, ടൈം മറ്റുള്ളവരോട് സ്പെൻഡ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് ഒരു എബോവ് 10 ഇയേഴ്സ് പോട്ടെ, ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരെ എടുത്ത് നോക്കിയാൽ പോലും വളരെ റെയറാണ്. ഇതിൽ പേരൻസിനൊരു ചെറിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ കുട്ടികൾ പറയുകയാണ് ഞാൻ പുറത്ത് പോയി കളിച്ചോട്ടേയും ചോദിക്കുമ്പോൾ ചില പേരൻസ് പറയും എന്തിനാ പോകണ്ടേ, ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അവരവിടെ ഇരുന്ന് എന്ത് ചെയ്യും, ഇതേപോലത്തെ ഗെയിം കളിക്കും. അപ്പോൾ പേരൻസ് നോക്കുമ്പോൾ ഓക്കെ പുറത്ത് പോകല്ലല്ലോ, എന്തായാലും ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അവർക്ക് കാണാൻ പറ്റില്ല, എന്നാൽ കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പല വീഡിയോ ഗെയിംസ് കളിക്കുമ്പോൾ ഇവർ മെൻ്റലി ഒട്ടും ആക്റ്റീവ് ആവത്തില്ല. നമ്മൾ നോക്കുമ്പോൾ അവർ ഭയങ്കര ബിസിയാണ്. ഇതുപോലത്തെ ഗെയിംസ് കളിക്കുന്ന കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും വിളിക്കുമ്പോൾ ഒരു ഭയങ്കര ദേഷ്യം ഷൗട്ട് ചെയ്യും, എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കും. അല്ലെങ്കിൽ പേരൻസ് ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാര്യം അത്രത്തോളം അവർ ഇൻവോൾവ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ഈ കുട്ടികൾക്കറിയാം ഡ്രഗ്സിന് ഭയങ്കര നെഗറ്റീവ് ഉണ്ടെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് ഈ വയലൻസും ഇതെല്ലാം കുഞ്ഞിലെ തൊട്ടേ എക്സ്പോഷർ ചെയ്ത് വന്ന ഒരാൾക്ക് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടുമ്പോൾ അതിലെന്തോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലത്തുള്ള വയലൻസ് എല്ലാം കുഞ്ഞുനാൾ മുതൽ എക്സ്പോഷർ നടത്തിയ ഒരാൾക്ക് ഡ്രഗ്സിനെ പറ്റി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ്സിനെ പറ്റി ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ അതിനകത്തോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഭയങ്കര പെട്ടെന്ന് ഇതേപോലത്തെ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനകത്തുള്ള സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് കുറേ വീഡിയോസിൽ കണ്ട്. സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 2 മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒന്ന് പാരനോയ വരെ, രണ്ടാമത്തെ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് ഉണ്ടാവുക. കോഗ്നിറ്റീവ് എംപയർമെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയാണ് ചിന്തിക്കാനുള്ള എബിലിറ്റി, ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കാം, എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം, അങ്ങനത്തെ പല കാര്യങ്ങളാണ് ഒരു കോമ്പിനേഷൻ ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്നത്. അതിൽ ഇമ്പയർമെൻറ്റ് സംഭവിക്കുക. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പം എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഒരു കാര്യം സോൾവ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇവരുടെ ഉള്ളിൽ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അവനെ തീർക്കണം, എന്നെ ഇവൻ ഉപദ്രവിച്ചാൽ ഇവനെ ഞാൻ എന്തായാലും കൊല്ലും.
ഒരു കുട്ടി അതൊന്ന് സ്കൂളിലേക്ക് പോവുക ആദ്യമായിട്ട് ലൈക്ക് +2 പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യമേ ഒരു ഗ്യാങ്ങിലേക്ക് കയറിപ്പെടുക. നോക്കുമ്പോൾ ആ കുട്ടി എക്സ്പെക്ട് ചെയ്യുന്ന എനിക്ക് കുറച്ച് ഫ്രീഡം വേണം, കുറച്ച് എന്താ പറയുക ഒരു കംഫർട്ടബിൾ വേണം. അപ്പോൾ ആദ്യം കയറിപ്പോയ ഗ്യാങ്ങിൽ നോക്കുമ്പം ആ എക്സ്പെക്ട് ചെയ്ത ഫ്രീഡവും കംഫർട്ടബിളും കിട്ടുന്നില്ല. എന്തോ പ്രതീക്ഷിച്ചായിരിക്കും ഇപ്പോഴത്തെ കാലത്തിലെ പിള്ളേർ സ്കൂളിലും കോളേജിലും പോകുന്നത്. ഈ പറഞ്ഞ പോലത്തെ ഫ്രീഡം വേണം, കംഫർട്ടബിൾ വേണം. അപ്പം ആ കൊച്ചു ആ ഒരു ഗ്യാങ്ങിൽ പോയപ്പം ഈ പറഞ്ഞ 2 കാര്യങ്ങളും അത്രയ്ക്കില്ല. വേറൊരു ഗ്യാങ്ങിൽ നോക്കിയപ്പോൾ നല്ലപോലെയുണ്ട്, ഫ്രീഡവും ഉണ്ട്, കംഫർട്ടബിളും ഉണ്ട്. എന്താ അതിലെ മെയിൻ തിങ് ഈ പറഞ്ഞ പോലത്തെ ഡ്രഗ്സാണ്. അപ്പം ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന എന്തോ വലിയ സംഭവമായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത്. അത് യൂസ് ചെയ്യാത്ത ആൾക്കാർ മണ്ടന്മാരാണെന്നുള്ള ഒരു തോട്ട്സും ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു ലൈക്ക് കംഫർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രീഡത്തിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, അതൊരു മൊമെൻറ്റ് നേരത്തേക്ക് കാര്യമാണ്. അപ്പം നിങ്ങളുടെ ഈ ഫ്രീഡം കംഫർട്ടബിൾ എന്ന് പറയുന്ന സാധനം ഈ ലൈഫിൻ്റെ ഒരുപാട് ഭാഗത്തുണ്ട്. അത് കളഞ്ഞിട്ടാണ് കുറച്ച് നേരത്തേക്കുള്ള ഫ്രീഡം കംഫർട്ടബിളിന് വേണ്ടി ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ പോകുന്നത്. ഏറ്റവും വലിയ ഫ്രീഡം കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നിങ്ങളുടെ ഡ്രീംസ്, കരിയർ, ഇതൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ല. അതിനെപ്പറ്റി ഓർക്കുക. ലൈക്ക് എസ് പറഞ്ഞെടുത്ത് എസ് പറയാം, നോ പറഞ്ഞെടുത്ത് നോ പറയാം. ഈ 2 കാര്യങ്ങൾ ലൈഫിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാൽ ഏതൊരു പ്രശ്നവും കാണത്തില്ല. അതുപോലെ തന്നെ പേരൻസ് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനകത്ത് പുഷ് ചെയ്യുക. ഈ ഫോണിനകത്ത് തന്നെ അധികം നേരവും ഇരിക്കാതെ അതിൽ ചേഞ്ച് വരുത്താം. ഇനി വളർന്നു വരുന്ന പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവിടെ ഈ ഒരു പ്രോപ്പർ പേരൻറ്റിങ് കൊടുത്തിട്ട് അത്ര നല്ലതാണ്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അതായത് നിങ്ങളുടെ വീട്ടിൽ എന്ത് വിഷമം വന്നാലും അത് കുട്ടികളെ അറിയിക്കാതെ കൊണ്ട് നടക്കുന്ന പേരൻസ് ഉണ്ടല്ലേ. അവൻ ചെറുതായിട്ടൊന്ന് വിഷമിച്ചോ, അങ്ങനെ പറ്റത്തില്ല, അവന് കുഞ്ഞുനാൾ മുതലേ സന്തോഷം എന്നുള്ളൊരു ഇമോഷൻസ് മാത്രം കൊടുത്ത് വളർത്തുന്ന പേരൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അതായത് ഈ ചൈൽഡ്ഹുഡ് മുതൽ ഈ ഒരു സ്ക്രീൻ ടൈമിൽ അധികം എക്സ്പോഷർ കിട്ടുമ്പോൾ പെട്ടെന്ന് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ചില സമയത്ത് പേരൻസിന് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്ത് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ വയലന്റ് ബിഹേവിയേഴ്സ് പുറത്തെടുക്കും. അപ്പം അതായത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ പേരൻസും ചേഞ്ച് വരുത്തുക. വിഷമമാണെങ്കിലും എന്താണെങ്കിലും അത് കുട്ടികളെ അറിയിക്കാം. എന്താണോ ലൈഫ് അത് അവർ പഠിപ്പിച്ചു തന്നെ കുഞ്ഞുനാൾ മുതലേ കൊണ്ടുവരിക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സമൂഹത്തിൽ